നമ്മളിന്ന് പോണത് കൊടൈക്കനാൽക്കാണ്. അപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ്. ഈ 2 ബൈക്കിലാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനന്ദ് ഇവിടെ നിന്നാണ് നമ്മുടെ കൂടെ വരുന്നത്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് അവൻ വർക്ക് ചെയ്യണത്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് 1-2 ആനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് നോക്കിയിട്ട് കുറച്ച് നേരം അവനെ വെയിറ്റ് ചെയ്ത് നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ആനന്ദ്. ഞാൻ അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ തൃശ്ശൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള സ്ഥലം തന്നെയാണ്. അവിടുത്തെ ജീവനക്കാരും അവരുടെ സാധനങ്ങളൊക്കെ വെക്കണ ഒരു സ്ഥലം. അവിടെയാണ് ആനന്ദ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു അടിപൊളി അമ്പലക്കുളം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആനന്ദ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, ഉച്ചയുണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ വേഗം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോകേണ്ടത് തൃശ്ശൂർ റൗണ്ടിൽ കൂടെയാണ്. നമ്മൾ പോകണ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരാൻ വഴി, കൊല്ലംകോട് വഴി നേരെ പൊള്ളാച്ചിക്ക് കിടക്കുക. പൊള്ളാച്ചിയിൽ നിന്ന് പളനി, പിന്നെ നേരെ കൊടൈക്കനാൽ. അങ്ങനെ പോകാനാണ് നമ്മൾ നോക്കുന്നത്. ഹൈവേക്ക് എത്തി. ഇനിയിപ്പോൾ കുഴപ്പമില്ല, അധികം വൈകാണ്ട് നമുക്ക് പടച്ചു പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ടോൾ പ്ലാസ് എത്തിയിട്ടുണ്ട്. പിന്നെ ബൈക്കിന് ടോൾ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് സൈഡിൽ കൂടെ പോകാം. അങ്ങനെ നമ്മൾ ഹൈവേ എന്നൊക്കെ മാറി. പിന്നെ നമ്മൾ പോണത് പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ കൂടെയാണ്. ഇത് ഒരു അടിപൊളി റൂട്ടാണ്, തിരക്കും കാര്യങ്ങളൊക്കെ നല്ല കുറവാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കരിമ്പാട കണ്ടു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിർത്തി. പിന്നെ കരിമ്പിനാകെ 15 രൂപ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് പോയി വിചാരിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കരിമ്പ് തന്നെയായിരുന്നു. ഞാനൊക്കെ 2 ഗ്ലാസ് കുടിച്ചു. നമ്മളങ്ങനെ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മൾ പോകാനുള്ളത് പാലക്കാട് കൊല്ലംകോട് റൂട്ടിൽ കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ ഭംഗി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പാലക്കാട് കൂടെ തന്നെ പോകണം. അവിടുത്തെ ഗ്രാമങ്ങളും അവിടുത്തെ ആൾക്കാരും അവിടുത്തെ സംസ്കാരം എല്ലാം കൊണ്ടും അതിമനോഹരമായൊരു ജില്ല തന്നെയാണ് പാലക്കാട്. അപ്പോൾ നമ്മൾ ഈ റൂട്ടിലൂടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പോകുന്നത് തമിഴ്നാട് ബോർഡറിലേക്കാണ്. നമുക്ക് കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് എത്തി. റോഡ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും തമിഴ്നാട് എത്തിയെന്ന്. കേരളത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ എല്ലായിടത്തും നല്ല അടിപൊളി റോഡ് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലായാലും ഇത്രയും ടാക്സ് കൊടുത്തിട്ട് ഒരു കാറോ ബൈക്കോ മേടിക്കുമ്പോൾ അത് ഓടിക്കാനുള്ളൊരു നല്ല റോഡ് കേരളത്തിലില്ല പറയുന്നത് ശരിക്കും കേരളത്തിൻ്റെ പോരായ്മ തന്നെയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തമിഴ്നാട് സർക്കാർ അടിപൊളിയാണ്. തമിഴ്നാട്ടിലത്തെ എല്ലാ റോഡും ഒരുവിധം അടിപൊളി റോഡുകൾ തന്നെയാണ്. റോഡിൻ്റെ കാര്യം മാത്രമല്ല, പ്രകൃതി സ്നേഹത്തിൻ്റെ കാര്യം എടുത്താൽ പോലും കേരളത്തേക്കാൾ ഒരുപടി മുമ്പിൽ തന്നെയാണ് തമിഴ്നാടുള്ളത്. കേരളത്തിലെ ഹൈവേ വരുന്നതിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ഒരുപാട് മരങ്ങളും ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ തമിഴ്നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ റോഡും അതിന് ഇരുവശത്തായിട്ട് ഒരുപാട് മരങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതി സംരക്ഷിച്ചിട്ടുള്ള വികസനത്തിൻ്റെ കാര്യത്തിൽ ശരിക്കും നമ്മൾ തമിഴ്നാടിനെ മാതൃകയാക്കേണ്ടതാണ്. ഞാനൊരു അടിപൊളി റൂട്ട് കാണിച്ചു തരാം, കണ്ടുനോക്ക്. ഇനി ഇവിടുന്ന് പളനിക്കുള്ളത് 68 കിലോമീറ്ററാണ്. അപ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ തന്നെ യാത്ര തുടങ്ങി.
അങ്ങനെ നമ്മൾ പളനിയെത്താനായി. ഈ ഹൈവേ ഓപ്പൺ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഈ വഴിയാണ് കാണിച്ചു തന്ന്. തീരെ വണ്ടികളും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. സമയം ഏകദേശം ഒരു 6:30 ടൈമായി. ഒരു 6:30 ആകുമ്പോഴത്തേനും ഹൈവേത്തെ എല്ലാ ലൈറ്റും കത്തി തുടങ്ങി. ഇവിടെ ഓപ്പൺ ആവാത്ത ഹൈവേയിൽ പോലും എല്ലാ ലൈറ്റും കത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് ഇവിടുന്നായിട്ട് കുറച്ച് കാറുകളും വണ്ടികളൊക്കെ ഇടയിൽ വരുന്നുണ്ട് മാത്രം. അങ്ങനെ നമ്മളിപ്പോൾ പളനി ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് രാത്രിയായി. നമ്മൾ ഉച്ചക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പളനി മല. അപ്പോൾ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ നിൽക്കണില്ല. നമ്മൾ വേഗം ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പോട്ട് തപ്പണം. അങ്ങനെ നമ്മൾ പളനി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കൊടൈക്കനാൽ റൂട്ടിലൊരു ഹോട്ടൽ, ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഓൾമോസ്റ്റ് 2 മണിക്കൂർ യാത്ര ഉണ്ട് ചുരം. അപ്പോൾ നമ്മൾ വേഗം ബാഗൊക്കെ ഇട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ചുരം കയറുമ്പോഴും ഓൾമോസ്റ്റ് ഹൈവേത്തെ അവസ്ഥ തന്നെയായിരുന്നു. കാരണം ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഫ്രണ്ടിലൊരു കാറുണ്ടായിരുന്നു. നമ്മളതിൻ്റെ പിന്നിൽ പിടിച്ച് മാക്സിമം പോയി. കാരണം ഒടുക്കത്തെ തണുപ്പാണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ റൂട്ട് പോകുന്നത്. അപ്പോൾ നമുക്കധികം അറിയില്ല ഈ റൂട്ടും കാര്യങ്ങളൊന്നും. അങ്ങനെ ഒരു രാത്രി 9 മണിയായപ്പോൾ കൊടൈക്കനാൽ ടൗണിലെത്തി. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 2 മണിക്കൂറിന് നമ്മുടെ റൂമിലേക്ക്, മണ്ണവണ്ണൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ റൂം. അപ്പോൾ അങ്ങോട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം രാത്രിയാണ്, പിന്നെ സേഫല്ല. കൊടൈക്കനാൽ മണ്ണവണ്ണൂരിൽ മെഡോസ് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവരുടെ റൂമിൻ്റെ ഡീറ്റെയിൽസും നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. മതി